ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. ഒന്നാമത് എൻ്റെ ആ റൂമിൽ നല്ല ചൂടാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ചില നേരങ്ങളിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ് ഒക്കെ മാറ്റി പിടിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജി ഫീൽ ചെയ്യും. ഒന്നാമത് എൻ്റെ ഒരു ലേസി യൂട്യൂബ് ടൈമാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു പ്രൊഡക്റ്റീവ്നെസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആയതുകൊണ്ടാണ്. പിന്നെ എനിക്ക് റെഫർ ചെയ്യാനുള്ള ടൈമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഇനി അങ്ങോട്ടൊരു 3-4 ഡേയ്സ് ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇന്നലെയും വീഡിയോ ഇട്ടില്ല. ഇന്നലെ വീട്ടിലെത്താൻ തന്നെ 8 ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇനി 3-4 ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കരുതി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. ഇന്നത്തെ ആദ്യം തന്നെ ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇന്നത്തെ വീഡിയോ ഇസ് നോട്ട് അബൌട്ട് രേണു സുധി. ബട്ട് ഞാൻ രേണു സുധിയുടെ ടൈറ്റിലും ഇട്ടു, ഇൻട്രോയിൽ രേണു സുധിയുടെ വീഡിയോ ഇട്ടു, തുടക്ക ഭാഗത്ത് രേണു സുധീൻ്റെ കുറച്ച് വീഡിയോ ഇടുന്നുണ്ട്. കാരണം ഞാൻ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് കരുതുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ എന്തായാലും ഒരു ഫ്രീ മൈൻഡ്, അധികം ഒന്ന് റെഫർ ചെയ്യാനും പറ്റാത്തതുകൊണ്ടും വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അത് നമുക്ക് കുറച്ച് വീഡിയോകൾ കാണാം. ഞാൻ സൈഡിൽ കൂടെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു റീൽസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പൊതുവേ രേണുവിൻ്റെ റീൽസിനെ ഞാൻ ഇന്നേ വരെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വ്യൂവർ എന്ന നിലയിൽ നമുക്കൊരു പെർഫോമൻസ് കാണുമ്പം അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം ഈ വീഡിയോ ഞാനിങ്ങനെ കാണാനുള്ള റീസൺ, നമ്മളുടെയൊക്കെ സജഷനിൽ ഇപ്പോൾ രേണു സുധിയുടെ ഈ കോണ്ടന്റ് വരും. പിന്നെ ഈ വീഡിയോ തന്നെ ഏതൊക്കെയോ പേജിൽ റീപോസ്റ്റ് ചെയ്തിട്ടും ഞാനിങ്ങനെ കാണാനിടയായി, ഇനി ട്രോള് പോലെയൊക്കെ. അപ്പം ഈ വീഡിയോ കണ്ട സമയത്താണ് ഈ വീഡിയോൻ്റെ താഴെ വന്ന കുറേ കമൻസുകൾ ഞാൻ എടുത്ത് നോക്കി. കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ട്, എന്നാൽ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്, എന്നാൽ കുറേ കളിയാക്കലുണ്ട്. അങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് സാധനങ്ങളാണ്. അപ്പം അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഇന്ന് രേണു സുധിയുമായി ബന്ധപ്പെട്ട് വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ കാണിച്ചു തരാം. വിച്ച് ടൈപ്പ് ഓഫ് സെലിബ്രിറ്റി? ഓക്കെ പറയാം. ബിഗ് ബോസ് സീസൺ 7 ആ ഹൗസിൽ ഒരു ദിവസമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസ് സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെങ്കിൽ രേണു സുധിയും സെലിബ്രിറ്റി തന്നെ. ഈ ഒരു ക്ലിപ്പും ഇന്ന് അത്യാവശ്യം വൈറലാണ്. ഈവൻ രേണു സുധിയുടെ കോണ്ടന്റ് ചെയ്തിട്ടുള്ള 1-2 യൂട്യൂബേഴ്സ് ഈ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതെന്താ സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് രേണു സുധി എന്ത് ബേസിസിലാണ് സെലിബ്രിറ്റി ആവുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനാൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി ആണ് എന്നാണ്. രേണു സെലിബ്രിറ്റി അല്ല എന്നൊരു അഭിപ്രായം ഒന്നും എനിക്ക് പേഴ്സണലി ഇല്ല. രേണു ഇപ്പം കറൻ്റ്ലി ഉള്ള സെലിബ്രിറ്റി ലിസ്റ്റിൽ അത്യാവശ്യം റീച്ചിലും മെയിൻ സ്ട്രീമിലും നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ 100% പറയുന്നു. ഈ ഒരു ക്ലിപ്പും അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 2 ക്ലിപ്പ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ഞാൻ അതുൽ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഞാനിങ്ങനെ റാൻഡംലി കണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ വന്നു. പിന്നെ ഞാൻ സജ്നാൻ്റെ ഒരു വീഡിയോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. റെഫർ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്, റെഫേർഡ് അല്ലാണ്ട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് നിർത്തിയാണ്. സ്ക്രോൾ ചെയ്ത് പോയ സമയത്താണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടത്. ഞാനതിവിടെ സൈഡ് കൊടുക്കാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, മരിച്ചുപോയ കൊല്ലം സുധിയുടെയും രേണുവിൻ്റെയും അവരുടെ കുട്ടി ഇപ്പോഴത്തെ ഋതപ്പൻ്റെയും കുഞ്ഞുനാളത്തെ ഒരു വൈറലായിട്ടുള്ള റീൽസാണ്. അപ്പം ഈ ഒരു സാധനവും നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഈ 3 സാധനങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കണം. അപ്പം ഈ 3 സാധനങ്ങൾ ഞാൻ എടുത്ത് പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ചെയ്ത ടോപ്പിക്ക് സജ്ന നൂറിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ഫിറോസ് ഖാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം. ആ വീഡിയോ തന്നെ 27 മിനിറ്റ് ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വന്ന് കയറിയത് ലേറ്റ് ആയതുകൊണ്ടും എനിക്ക് ഇനിയും കുറച്ച് പരിപാടി കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കാണാനോ അത് കട്ട് ചെയ്യാനോ അല്ലെ അത് വെച്ച് റിയാക്ട് ചെയ്യാനോ ഈവൻ എഡിറ്റ് ചെയ്യാനോ ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല.
രേണുവിൻ്റെ ടോപ്പിക് ഇന്ന് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ രേണുവിൻ്റെ കോണ്ടന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, നമ്മളങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചിന്തിച്ചാൽ ആ ചിന്തിച്ച സാധനം തന്നെ ഇങ്ങനെ ഈ തുരുതുര വരുന്നത് പോലെ ചിലപ്പോൾ രേണുവിൻ്റെ കണ്ടന്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് രേണു റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീൽഡിലാണെങ്കിലും എൻ്റെ യൂട്യൂബ് ഫീൽഡിലാണെങ്കിലും എനിക്കിങ്ങനെ തുരുതുര വന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു സാധനം എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ദി അതർ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂവേഴ്സ് എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തത് തംബ്നെയിലും ടൈറ്റിലും കണ്ടിട്ടാണ്. പിന്നെ കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യാം. എന്നാൽ എൻ്റെ തംബ്നെയിലും എൻ്റെ ടൈറ്റിലും കണ്ട് രേണുവിൻ്റെ ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കി കയറുന്ന ഒരുപാട് പേരും ഉണ്ട് എന്ന് ഞാൻ പേഴ്സണലി പറയുന്നു. ഞാൻ പറയാനുള്ള എൻ്റെ റീസൺ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക. എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന 2 കമൻറ്റാണ്, 2 ഒഫെൻസീവ് കമൻറ്റാണ്. ദി ഫസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ളൊരു കമൻറ്റും, ആൻഡ് ദ സെക്കൻഡ് കമൻറ്റ് എന്ന് പറയുന്നത് രേണു സുധിയുടെ കണ്ടന്റ് എടുത്തുകൊണ്ട് നീ റീച്ച് ഉണ്ടാക്കുകയല്ലേ എന്നുള്ളതും. ഈ 2 കമൻറ്റിനും എനിക്ക് മറുപടി തരണം എന്ന് ഞാനിപ്പോൾ കറൻ്റ്ലി പേഴ്സണലി ആഗ്രഹിക്കുന്നു. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഞാൻ വളരെ ക്ലിയറായി ഞാൻ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 4 കൊല്ലത്തിലധികമായി ഞാനൊരു ഫേമസ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതല്ലാണ്ട് ഞാൻ OP കൗൺസിലിംഗ് ചെയ്യുന്നു. ഞാൻ റിസർച്ച് ചെയ്യുന്ന കുട്ടികളെ പ്രൊജക്റ്റിന് ഞാൻ സഹായിക്കുന്നു. അതല്ലാണ്ട് ഞാൻ പുറമെ പല സ്ഥലങ്ങളിലും മോട്ടിവേഷണൽ ക്ലാസ്സസ്, ഡി അഡിക്ഷൻ ക്ലാസ്സസ് ചെയ്യുന്നു. ആൻഡ് ഡി അഡിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രൊജക്റ്റിലും ഞാൻ വർക്ക് ചെയ്യുന്നു. ഇതാണ് ബേസിക് എൻ്റെ പണി എന്ന് പറയുന്നത്. ഈ പണിയുടെ സൈഡായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് യൂട്യൂബ്. അപ്പോൾ ഇത് ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും തീരില്ല, അതവിടെ കിടക്കട്ടെ. ഇത് നിങ്ങൾ പറഞ്ഞോ. രണ്ടാമത് വരുന്നൊരു കമൻറ്റാണ്, നീയൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ രേണു സുധിയുടെ കോണ്ടന്റ് ഇടുന്നേ എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ നിന്നാണ് അമിയാദാസ് എന്ന് പറയുന്ന എനിക്ക് റീച്ച് കിട്ടുന്നത്? ഞാൻ രേണു സുധിയുടെ കണ്ടന്റ് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എനിക്ക് റീച്ച് കിട്ടുമോ? എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ പറ. നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സ് എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് പേഴ്സണലി എന്ത് കിട്ടൂ? റീച്ച് കിട്ടൂ. ഇപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾ കാണണം, കണ്ടാലേ എന്ത് കിട്ടൂ? എനിക്ക് റീച്ച് കിട്ടും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി രേണു സുധിയുടെ കണ്ടന്റ് മാത്രമല്ല ഇടുക, രേണു സുധിയുടെ അല്ലാത്ത എത്രയോ കണ്ടന്റുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം, രേണു സുധീൻ്റെ അല്ലാത്ത എത്രയോ കോണ്ടന്റുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ആ കോണ്ടന്റിനേക്കാൾ കൂടുതൽ എനിക്ക് റീച്ച് കിട്ടിയത് രേണു മാത്രമാണെന്നൊന്നും പറയുന്നില്ല. എൻ്റെ ദിലീപിൻ്റെ ടോപ്പിക്കും ജാസിൻ്റെ ടോപ്പിക്കൊക്കെ എനിക്ക് നല്ല റീച്ച് പോയിട്ടുണ്ട്. നടീൻ്റെ വിഷയത്തിൻ്റെ ടോപ്പിക്കും പിന്നെ ഈ അടുത്തുണ്ടായിരുന്ന ദിൽരാജിൻ്റെ കേസൊക്കെ എനിക്ക് 1 lakh above റീച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. എന്നാൽ രേണുവിൻ്റെ ടോപ്പിക്ക് ഏത് യൂട്യൂബേഴ്സ് ഇട്ടാലും അവർക്ക് റീച്ച് ഉണ്ട്, അവരെ കാണാൻ ആൾക്കാരുണ്ട്, അവരുടെ വീഡിയോസ് അവരുടെ ഇരുന്ന് കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് രേണുവിൻ്റെ ടോപ്പിക്ക് കണ്ടന്റ് ആക്കി ഇടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. വ്യൂവേഴ്സിന് രേണുവിൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോ രേണു സുധിൻ്റെ ആവുമ്പോൾ ഓഫ് കോഴ്സ് രേണു സുധിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? കാരണം രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്നതുമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബേഴ്സ് വീഡിയോ നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് യൂട്യൂബേഴ്സ് വീഡിയോ നിർത്തണം എന്ന ആഗ്രഹമില്ല. രേണുവിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, യൂട്യൂബേഴ്സ് എന്ന് രേണുവിൻ്റെ വീഡിയോ നിർത്തുന്നു അതോടുകൂടി രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ റീച്ച് തീരുമെന്നുള്ളത്. അതറിഞ്ഞുകൊണ്ട് തന്നെ രേണു യൂട്യൂബേഴ്സിന് ഡെയിലി കണ്ടന്റുകൾ അല്ലെ ഓൺലൈൻ മീഡിയക്കാർക്ക് ഡെയിലി കണ്ടന്റുകൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. രേണുവിനുള്ള പ്രശ്നം നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്. ആൻഡ് ഇതൊരു ഇപ്പം റെലവൻ്റായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ന്യൂസ് എന്ന നിലയിൽ നമ്മൾ ഈ ഒരു സാധനം സംസാരിക്കുന്നതിൽ എന്താണ് പ്രശ്നം, എന്താണ് പരാതി, എന്താണ് പരിഭവം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ ചാനൽ കൊടുത്ത് നോക്ക്, രേണുവിൻ്റെ കണ്ടന്റിന് അത്രയ്ക്ക് റീച്ച് ഉണ്ട്. റീച്ചുള്ള കണ്ടന്റ് അല്ലേ നമ്മൾ ചെയ്യുക. ആൻഡ് രേണുവിനെ വിറ്റ് നിങ്ങൾ ജീവിക്കുന്നു എന്നൊരു അടുത്തൊരു കമൻറ്റ്. നമ്മൾ ആരെയും വിറ്റ് ജീവിക്കുന്നില്ല. എന്താണ് ഈ വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത്?
ഞാൻ ഇപ്പോഴും ഇട്ട ഈ വീഡിയോസ് എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ഫോണിൽ വന്ന് തുറന്നു നോക്കാൻ പറയാൻ പറ്റണമെന്നില്ല. നിങ്ങൾ തുറന്നു നോക്കിയാൽ റീച്ചില്ല, നിങ്ങൾ തുറന്നു നോക്കിയാൽ റീച്ച് ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ബൈറ്റ് കാണിച്ചു തരാം. സംസ്ഥാനത്ത് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് പാമ്പുകടി ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്നലെ മാത്രം 25 പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ 9 പേരെ പാമ്പ് കടിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ KSEBിയിൽ നിന്നും ശുഭസൂചകമായ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അധിക ദിവസം നീളില്ല ഈ ലോഡ് ഷെഡിങ്, അതിന് മറ്റു പേരാണെങ്കിലും എന്തായാലും കറണ്ട് ഇല്ലാത്ത സാഹചര്യം അധിക ദിവസം നീളില്ല എന്നാണോ ഇപ്പോൾ KSEB പറയുന്നത്? ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 200 മെഗാവാട്ട് കിട്ടിയിരിക്കുന്നു, പവർ എക്സ്ചേഞ്ച് വഴി 180 മെഗാവാട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ താൽക്കാലികമായി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. മഴ ഇത്തിരി ശക്തമായി പെയ്യുകയാണെങ്കിൽ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂടെന്നുള്ളതാണ്. ഇക്ബാൽ അർക്കിൽ പാലക്കാട്ടെ ഒരു വീട്ടിലാണുള്ളത്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികൾ ചാടിപ്പോയതിൽ പോലീസുകാർക്കെതിരെ നടപടി. കടവന്ത്രയിലെ 3 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പോലീസുകാരുടെ ഭാഗത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. സൈബർ ക്രൈം നടത്തുന്ന ആപ്പുകൾക്കെതിരെ നടപടിയെടുക്കാനാകാതെ പോലീസ് എന്നുള്ളതാണ്. നടപടിയെടുക്കാൻ വകുപ്പില്ലാത്തതാണ് ബുദ്ധിമുട്ടാക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ചുള്ള ആൾമാറാട്ടവും സ്ഥിരമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ സൈബർ ക്രൈം ആപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ എന്താണ്? മലപ്പുറം പൊന്നാനി ഹാർബറിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടേണ്ട അവകാശം. പശ്ചിമബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ 5 സംസ്ഥാനങ്ങൾ ബംഗാളിലെ ഫാൾട്ടയിൽ. ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളാണ്. അതിൽ ഏറ്റവും ഇന്ന് വന്ന ന്യൂസുകളുടെ ഒരു 30% ന്യൂസ് മാത്രമേ ഞാനിപ്പോൾ ഓടിച്ച് കാണിച്ചിട്ടുള്ളൂ. ഇനിയും കാണിക്കാനാണെങ്കിൽ എൻ്റെ വീഡിയോ ലെങ്ത്ത് പോകുന്നത് പോലെ ന്യൂസുണ്ട്. പാമ്പ് കടി, പിന്നെ കറണ്ടിൻ്റെ ഇഷ്യൂ, ചൂടിൻ്റെ ഇഷ്യൂ, പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സൈബർ ഇഷ്യൂസ്, അതല്ലാണ്ട് എത്ര സൂയിസൈഡുകൾ, എത്ര അല്ലാത്ത ഇഷ്യൂസുകൾ. പിന്നെ ഇനി ഇതൊക്കെ മാറ്റി നിൽക്ക് ഗോസിപ്പ് സൈഡിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ സജിനേൻ്റെ ന്യൂസ്, പിന്നെ ഒരു വൈറലായിട്ടുള്ള ഒരു റീൽസിൻ്റെ ന്യൂസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു വൃത്തികെട്ട കേസ് ഉണ്ടല്ലോ ഫസ്മിന സഫ കേസിൻ്റെ ന്യൂസുകൾ, ഇങ്ങനത്തെ ഒരുപാട് കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ കോണ്ടന്റുകളൊക്കെ എടുത്ത് വെച്ചിട്ട് പാലക്കാടിൻ്റെ ചൂടിനെ പറ്റിയും അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റതിനെയും പറ്റി സംസാരിച്ചാൽ എത്ര പേര് വീഡിയോ കാണും? ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് വീഡിയോസ് കണ്ടു? എത്ര പേർക്ക് റീച്ച് ഉണ്ട്? ഈവൻ ഷോർട്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അപ്പം ആരുടെ ഭാഗത്താണ് തെറ്റ്? വീഡിയോ ചെയ്യുന്ന ഞങ്ങളുടെ ഭാഗത്തോ വീഡിയോ കാണാനുള്ള വ്യൂവേഴ്സിൻ്റെ ഭാഗത്തോ? ഞാൻ ഒരിക്കലും എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ കുറ്റം പറയല്ല. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരു സാധനത്തിന് നമ്മൾ ആരും എടുത്ത് കുറ്റം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കാണുകയും ചെയ്യും. നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്ന് നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്ന സമയത്ത് എന്തുവാ നമ്മളിതിൽ പറയേണ്ടത്? ഞാൻ ഈ പറഞ്ഞ ഈ 7-8 വിഷയങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രേണു സുധിയുടെ ഒരു കണ്ടന്റിന് കിട്ടുന്ന റീച്ച് എനിക്ക് ഈ വീഡിയോന് കിട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, കിട്ടില്ല. ഈവൻ നിങ്ങൾ പോലും ആ വീഡിയോസ് ഇരുന്ന് കാണാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ മുഴുവനായിട്ടിരുന്ന് കുറ്റം പറയാൻ തോന്നുന്നത് എന്നുള്ളത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല. കാരണം മിക്ക വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്തും അതിന് താഴെ വരുന്ന ഒരു കമൻറ്റ് ഇതാണ്. പണ്ടൊക്കെ ഞാൻ കമൻറ്റുകൾ ഇരുന്ന് നോക്കി വായിച്ച് മിനിറ്റിന് റിപ്ലൈസ് കൊടുക്കുമായിരുന്നു. ഇപ്പം എന്നെ തിരക്ക് കാര്യങ്ങൾ കൊണ്ട് നോക്കില്ല. പക്ഷെ റാൻഡംലി ചില കമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻറ്റ് ഇതായതുകൊണ്ടാണ് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു സൈഡ് ഓഫ് ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് ഇപ്പോൾ എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, ചിലപ്പം ഈ രേണു സുധിയുടെ കോണ്ടന്റ് മാത്രം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് വഴി ചിലപ്പോൾ എന്നോട് ഹെയ്റ്റ് തോന്നുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങളെപ്പോലെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഹാർഡ് റിയാലിറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ വേണം എന്ന് കരുതി ചെയ്യുന്നൊരു കാര്യമല്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ആക്ടർമാർ അല്ലെ ആക്ട്രസ്മാർ വന്നിട്ടുണ്ട്. ഓരോ മൂവി വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ആക്ടർ വരികയാണെങ്കിൽ ആ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ ഇപ്പോൾ ഡെലൂലു, നിങ്ങൾക്ക് അറിയാമല്ലോ ആ സിനിമത്തെ സർവമായത്തെ, ആ സിനിമ ഇറങ്ങിയ ടൈം, അതിൻ്റെ ബാക്കത്തെ ടൈം, അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലൊക്കെ ഡെലൂലു ആയിരുന്നു നമ്മുടെ പല ഇൻ്റർവ്യൂ, പല സ്ക്രീന് ഫെയിം, ലൈക്ക്, റീല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നേ. ഇപ്പോൾ ഡെലൂലുവിൻ്റെ റീലൊന്നും വരുന്നില്ല.
അതുപോലെ തന്നെ ഇപ്പോൾ വിജയ് ദേവർഗുണ്ട രശ്മിക വെഡ്ഡിങ് കഴിഞ്ഞ പാട് നമ്മൾ ഇവിടെ തുറഞ്ഞാൽ ഇവരുടെ റീൽസ് മാത്രമേ ഉള്ളൂ, പിന്നെ ഇവരെ കാണുന്നില്ല. പക്ഷേ കുറേ കൊല്ലങ്ങളായിട്ട് ഒരു വ്യക്തി തൻ്റെ സ്പേസ് സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന റീച്ചും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് കിട്ടുന്ന റീച്ചും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു സ്പേസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ നെഗറ്റിവിറ്റി ഇട്ടതുകൊണ്ടാണ്. നെഗറ്റിവിറ്റി ഇട്ടാൽ മാത്രമേ സ്പേസ് അറിയൂ. പലരും പറയും രേണു ഒരു പാവമാണ് എന്ന് വെച്ചാൽ രേണുസുതിക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിൽക്കണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സ്പേസ് ഉണ്ടാക്കണം, എൻ്റെ റീച്ച് എങ്ങനെ നിലനിർത്തണം, ഞാൻ എന്ത് സംസാരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ആവും എന്നുള്ളത് ഇത്രത്തോളം അറിയുന്ന, ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി വേറെ ആരുമില്ല. ആ റിയാലിറ്റി നിങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇത്രയും കാലം കണ്ടത് ഒരു വിധവ ആംഗിളിലാണ്. ഈ വിധവ ആംഗിളുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് തോന്നേണ്ട ആരോടറിയോ? അബി എന്ന് പറയുന്ന കലാകാരൻ്റെ ഭാര്യ ആ അവസാന സിനിമ കാണാൻ വന്ന സമയത്ത് അവർ കടന്നുപോയ ഒരു ഇമോഷണൽ സ്റ്റേറ്റസ് ഉണ്ട്. അതൊക്കെ ആത്മാർത്ഥമായൊരു സാധനമാണോ? അതിലൊക്കെ നിങ്ങൾ കാണിക്കുക. ഇപ്പോൾ ആ വിധവ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പോയി. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ പോയി. സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, വിധവ ടാഗ് ലൈൻ പോയി, കമ്മിറ്റ്മെൻറ്റ് ടാഗ് ലൈൻ പോയി. ഇപ്പോൾ അവർ അതിൽ നിന്നൊക്കെ മാറി. എന്നിട്ടും എന്തിനാണ് ആ ടാഗ് ലൈൻ വെച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ലൈക്ക് ഐ ഓപ്പൺ ചെയ്താൽ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലാ വ്യക്തികൾക്കും വ്യക്തിഗത സ്വാതന്ത്ര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഓപ്പൺ പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ ക്രിറ്റിസിസം ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ക്രിറ്റിസിസം ആഗ്രഹിക്കാത്ത വ്യക്തികളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നൊന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത് ഈ കുറച്ച് ഡൗട്ടുകളൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ എം ഷുവർ അധിക പേര് ഈ വീഡിയോ കാണില്ല. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ രേണുവിന് ചീത്ത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ രേണുവിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടോ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടോ വന്നാൽ മാത്രമേ കമൻറ്റുകൾ നിറയുകയും ആൾക്കാർ കാണുകയുള്ളൂ. നല്ലതായ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ, എൻ്റെ വീഡിയോ കണ്ടിറങ്ങുന്ന നിങ്ങൾ ഒരാളാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. എന്നാലേ ഇനീഷ്യലായിട്ട് 1-2 ആൾ കാണാനും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ.